സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. ഈ മാസം നമ്മൾ പഠിക്കുന്ന വിഷയം നമ്മുടെ യഥാർത്ഥ പോരാട്ടം. ജലരക്തങ്ങളോളം മറിച്ച് അതിശയമായ വാഴ്ചകളോടും അന്ധകാരത്തിൻ്റെ അധിപതികളുമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ നന്നായി പോരാടുവാൻ നമുക്കെങ്ങനെ തയ്യാറാകാൻ കഴിയും? ആത്മീയ പോരാട്ടം എന്നുള്ളതാണ് ഈ മാസത്തെ നമ്മുടെ വിഷയം. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. യോഹന്നാൻ 8:44 വാക്യം. നമ്മുടെ ശത്രുവായ പിശാച് അത്ര വലിയ കാര്യമല്ലെന്ന വിട്ടിൽ പ്രലോഭം അവതരിപ്പിക്കുന്നു. അവൻ പറയുന്നു, എല്ലാവരും അത് ചെയ്യുന്നു, എന്താണ് ദോഷം? പക്ഷെ നമ്മൾ അവൻ്റെ കെണിയിൽ വീഴുന്ന നിമിഷം അവൻ ഗിയർ മാറ്റുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ വൈകിയിരിക്കുന്നു, നിങ്ങൾ വളരെ ദൂരം പോയിരിക്കുന്നു, ഇനി രക്ഷയില്ല. നമ്മൾ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മെ നശിപ്പാൻ എന്ത് വേണമെങ്കിലും ശത്രു പറയും. യേശു പറഞ്ഞു, അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നുമില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. യോഹന്നാൻ 8:44 വാക്യം. പിശാച് ഒരു നുണയനാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവന് ശ്രദ്ധിക്കരുത്. നമ്മുടെ പാവം ഒരു വലിയ കാര്യമെടുത്താൻ പറയുമ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയും വകയില്ലെന്ന് അവൻ പറയുമ്പോഴും ശ്രദ്ധിക്കരുത്. ദുഷ്ടൻ്റെ വാക്കുകൾ തള്ളിക്കളയാനും പകരം ദൈവത്തെ ശ്രദ്ധിക്കാനും യേശു നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ഭയത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരെ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32 വാക്യം. എന്ന യേശുവിൻ്റെ വാക്യത്തിൽ നമുക്ക് ശരണപ്പെടാം. ഏത് പാവമാണ് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാതായി തോന്നുന്നത്? ഈ നിരാശ സാത്താനിൽ നിന്നാണോ അതോ യേശു നിന്നാണോ? ഇന്ന് നിങ്ങൾക്ക് ബൈബിളിൽ നിന്നുള്ള ഏത് വാഗ്ദത്തമാണ് അവകാശപ്പെടാമെന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, പാവത്തിൻ്റെ അടിമത്തിൽ നിന്ന് എന്നെ മോചിപ്പാൻ നീ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇന്ന് ആ സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ്. ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.